Okay, so we will start the topic with defining a fluid. എന്താണ് fluid എന്ന് പറയുന്നത്? നിങ്ങൾ already fluid mechanics പഠിച്ചവരാണ്. എന്താണ് fluid? Anybody? Anyone? Anandu? Fluid എന്ന് പറയുന്നത് എന്താണ്? Fluid എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരു broad classification ആണ്. Fluid includes both liquid as well as gas. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ നമ്മൾ അതിനെ ഫ്ലൂയിഡ്സ് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്ന ആക്ച്വലി ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുമ്പോൾ വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഈസ് ഇൻകംപ്രസിബിൾ ഫ്ലോ. അപ്പോൾ ഫ്ലോ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു കംപ്രസിബിൾ ഫ്ലോ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കംപ്രസിബിൾ ഫ്ലോ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ? ഇൻകംപ്രസിബിൾ ആണ്, ഡെൻസിറ്റി ചേഞ്ച് ഉണ്ടാവില്ല. Incompressible flow, the temperature density variations significant ആവുന്ന കേസിൽ we can say the flow is compressible. അപ്പോൾ compressible flow എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി വേരിയേഷൻസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ അതെന്താണ്, ഏത് ലെവൽ വരെ ഏതൊക്കെ ടൈപ്പ് ഫ്ലോസ് ഏതൊക്കെ ടൈപ്പ് കേസസിൽ അത് കംപ്രസിബിൾ ആവും ഇൻകംപ്രസിബിൾ ആവും എന്നൊക്കെ യു ഹാവ് സം ഐഡിയ ടുഡേ. അപ്പോൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മെയിൻലി നിങ്ങൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്താണ്? ലിക്വിഡ് ഫ്ലോ ആണ്. അവിടെ നിങ്ങൾ ഫ്ലൂയിഡ് ലാബ് ചെയ്തിട്ടുണ്ട്. അവിടെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് വാട്ടർ ഓർ സം അതർ ഫ്ലൂയിഡ്, ഓയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓയിലിന്റെ ഫ്ലോ ചെയ്തത്. അപ്പൊ ലിക്വിഡ് ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ലിക്വിഡ്സ് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇൻകംപ്രസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഡെൻസിറ്റി വേരിയേഷൻസ് ഇല്ല എന്നല്ല അതിന്റെ മീനിങ്. ഡെൻസിറ്റി വേരിയേഷൻസ് കാരണം ലിക്വിഡ്സ് ആണെങ്കിൽ തന്നെ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റി വേരി ചെയ്യും, പ്രഷർ വേരി ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേരി ചെയ്യും. അപ്പൊ അത് യു കനോട്ട് സേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻകംപ്രസിബിൾ, ബട്ട് ദ ഇൻകംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അല്ലെങ്കിൽ അതിന്റെ ആ ലെവൽ ഓഫ് കംപ്രസിബിലിറ്റി ഫോർ ലിക്വിഡ്സ് ഈസ് വെരി ലോ. സോ നോർമലി വി വിൽ ട്രീറ്റ് ദി ലിക്വിഡ് ഫ്ലോ ആസ് ഇൻകംപ്രസിബിൾ. വെറാസ് ഗ്യാസ് ഫ്ലോ, ഗ്യാസസിന്റെ കേസിൽ നിങ്ങൾക്കറിയാം ഗ്യാസ് ആർ ഹൈലി കംപ്രസിബിൾ. എന്ന് വെച്ചാൽ നമ്മൾ പ്രഷറിലുള്ള വേരിയേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയേഷൻസ് ഇൻ പ്രഷർ, the variation in the density is very significant. അപ്പൊ ആ ഡെൻസിറ്റി വേരിയേഷൻസ് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ഫ്ലൂയിഡിനെ നമുക്ക് കംപ്രസിബിൾ എന്ന് പറയാം. അപ്പൊ നമ്മളോട് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഉണ്ട്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രഷർ വേരിയേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇഫ് ദർ ഈസ് density variations in the flow, we can say it is compressible fluid. Variations ഉണ്ടെങ്കിൽ അതിന് കംപ്രസിബിൾ ഫ്ലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇൻകംപ്രസിബിൾ എടുക്കും. ഇനി എന്താണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന രീതിയിൽ പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഗ്യാസസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഗ്യാസസ് എന്ന് പറയുന്നത് കംപ്രസിബിൾ ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം when the flow speed is not significant. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ ഈ കംപ്രസിബിൾ ഫ്ലോ വരുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ഫ്ലോ വെലോസിറ്റി ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഈ ഫ്ലോ വെലോസിറ്റിയെ നമ്മൾ വിൽ ബി കമ്പയറിംഗ് ദ ഫ്ലോ വെലോസിറ്റി വിത്ത് ദി വെലോസിറ്റി ഓഫ് സൗണ്ട്. സൗണ്ട് ആണ് റെഫറൻസ് വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. So the flow velocity will be compared with the velocity of the sound. ചില കേസസ് എന്ന് പറയുമ്പോൾ ലോ വെലോസിറ്റി ഫ്ലോ നടക്കുമ്പോൾ ഡെൻസിറ്റി വേരിയേഷൻസ് ഉണ്ടെങ്കിലും ദാറ്റ് ഡെൻസിറ്റി വേരിയേഷൻ വിൽ നോട്ട് ബി ദാറ്റ് മച്ച് സിഗ്നിഫിക്കന്റ്. ഇപ്പൊ ഗ്യാസസിന്റെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞു ഗ്യാസ് ഒരു കംപ്രസിബിൾ ടൈപ്പ് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് വെരി ലോ, അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈപ്പ് ഫ്ലൂയിഡ് ഫ്ലോയിൽ നമുക്ക് ഇൻകംപ്രസിബിൾ, ഈവൻ ദോ ദ ഫ്ലൂയിഡ് ഈസ് കംപ്രസിബിൾ, വി ക്യാൻ ട്രീറ്റ് ദ ഫ്ലോ ആസ് incompressible since the density variation is not that much significant. But density variation, compressible fluid ayat thaneyum, if the density variations are significant with respect to the pressure variations, then only we will be considering the flow as compressible. അപ്പോൾ അതാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് രണ്ടും പറയുമ്പോഴുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള ഈ സബ്ജക്റ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ഇവിടെ നമ്മൾ വി ആർ കൺസിഡറിംഗ് ദ ഫ്ലോ ഓഫ് മൂവിംഗ് ഫ്ലൂയിഡ്. മൂവിംഗ് ഫ്ലൂയിഡിന്റെ ഫ്ലോ ആണ് നമ്മൾ മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് കൺസിഡേർഡ്. സോ വി വിൽ ബി ഡെഫിനറ്റ്ലി കൺസിഡറിംഗ് ദി ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ അകത്ത് വരും
Similarly, since we are dealing with transfer of heat, temperature effect വരുന്നുണ്ട്, we have to incorporate the thermodynamics. അപ്പോൾ fluid dynamics വരുന്നുണ്ട് ഇതിന്റെ അകത്ത്, thermodynamics വരുന്നുണ്ട്, and together we can say the topic compressible fluid flow we can also call it as gas dynamics. അപ്പോൾ normally ഇതിനെ compressible fluid flow എന്ന സബ്ജക്റ്റ് നമ്മൾ gas dynamics പറയുന്നുണ്ട്. ആ gas dynamics എന്ന് പറയാൻ കാരണം അതിന്റെ അകത്ത് it includes both fluid dynamics as well as thermodynamics. ഇത് രണ്ടും കൂടിയിട്ടാണ് ഇതിന്റെ അകത്ത് വരുന്നത്. So gas dynamics actually comprises fluid dynamics and thermodynamics. ഇത്രയും കാര്യങ്ങൾ ഇൻട്രോഡക്ടറി പറഞ്ഞിട്ട് let us go to that slide. ആ സ്ലൈഡിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അത് കൂടാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. So I will be sharing a PPT now. PPT ഷെയർ ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ. So the first slide, just already I have posted in the classroom. ഈ കോഴ്സിന്റെ ഔട്ട്കംസ് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. after the completion of the course, what you will be able to do. So you just go through this. ഇതിലോട്ട് ഞാൻ പോകുന്നില്ല, you can read it and understand what are the course outcomes of the compressible fluid flow. റഫറൻസ് ടെക്സ്റ്റ് ബുക്സിന്റെ കേസ് അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ട് ഇവിടെ നോക്കുക. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന രണ്ട് ടെക്സ്റ്റ് ബുക്സും സിലബസിന്റെ പറഞ്ഞിരിക്കുന്നതാണ്. അത് വ്യാഹ്യ, SM വ്യാഹ്യ ഓതറാണ്. ന്യൂ ഏജ് ഇന്റർനാഷണൽ പബ്ലിഷറിന്റെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാം നിങ്ങൾക്ക്. ഫണ്ടമെന്റൽസ് ഓഫ് കംപ്രസിബിൾ ഫ്ലോ ആൻഡ് എയർക്രാഫ്റ്റ് ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നതാണ് ടെക്സ്റ്റിന്റെ ടൈറ്റിൽ. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് യു ക്യാൻ യൂസ് ഫോർ സ്റ്റഡിങ് ദിസ് ടോപ്പിക്. പിന്നെ അതിൻ്റെ അകത്ത് ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് ഉള്ളത് ആദ്യത്തതും ഓൾസോ അവൈലബിൾ. ഇറ്റ്സ് ഓൾസോ എ ഗുഡ് ബുക്ക്. ബാലചന്ദ്രൻ പി, ഫണ്ടമെന്റൽസ് ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് PHI പ്രിൻസിപ്പാളിന്റെ, അതും നല്ല ബുക്കാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്സ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ മേടിക്കുക. ബോത്ത് ആർ വെരി ഗുഡ്. രാധാകൃഷ്ണൻ ഓക്കെ, ഓൾസോ യു ക്യാൻ യൂസ് ഇഫ് യു ആർ വൺ. 1 ഉം 3 ഉം ആണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ ഒരു കാര്യം നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഡാറ്റ ഗ്യാസ് ടേബിൾസ് വേണം. അപ്പൊ അതാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ HMTക്ക് യൂസ് ചെയ്തതുപോലെ യു റിക്വയർ എ ഗ്യാസ് ടേബിൾസ്. അത് ഈ രണ്ട് ഓതേഴ്സിന്റെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ അവൈലബിൾ യു ക്യാൻ ഗെറ്റ് ഫ്രം ദി either from your seniors or from the book house. SM വ്യാഹ്യയുടെ ഗ്യാസ് ടേബിൾസ് ഉണ്ട്, ബാലചന്ദ്രൻ പി. അപ്പൊ ഇത് ഈ ഗ്യാസ് ടേബിൾസിന്റെ യൂസ്, ഇതിന്റെ അകത്ത് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ടേബിൾസ് വേണം. ഞാൻ കഴിഞ്ഞ സെമിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ടേബിൾസ് ഇതില്ലാതെ അതിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ അകത്ത് ഇക്വേഷൻസും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. So that this use of gas table will be helping you to solve the gas dynamic problems. അപ്പോൾ ഗ്യാസ് ടേബിൾസ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കോപ്പി നോക്കുക. അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിലും മതി, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. മേ ബി അവൈലബിൾ ദർ, ഫ്രീ ഡൗൺലോഡ് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുക. അപ്പൊ അത് പർച്ചേസ് നോക്കുക. പിന്നെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ഷപ്പീറോടെ ഉണ്ട്, ആൻഡേഴ്സൺ, യു കൻ യൂസ് ഇറ്റ്. So the slide overview കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്. So I am not repeating those things. What is a fluid? What is a compressible flow and incompressible flow? Already പറഞ്ഞു. Compressible flow എന്ന് പറയുന്നത് when the flow density variations are significant, we can say the flow as compressible. Otherwise it is incompressible. ഇനി compressible fluid എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ, അതായത് പ്രഷർ വേരിയേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും.
corresponding if the density variation is significant, we will say the fluid is compressible. Otherwise, it is incompressible fluid. So normally liquids are treated as incompressible, gases are treated as compressible. This is the so compressible flow is gas flow. So here also, at the side, compressible fluid, gas flow at low velocity of flow, the density variations are not significant. In this case, fluid compressible type flow incompressible treat analysis density variations density variations we will approximate the flow as incompressible. And normally at lower speeds, serious speeds, flow speeds, flow incompressible treat. Limiting then higher speeds density variations significant. So in the case of gas flow with higher speeds, we can say the flow is compressible. Repeat gas dynamics. So you can go through this slide. Then and the applications in mainly gas dynamics gas flow and deal applications. Mainly aircraft designs in the case. Observe different types of designs of aircraft. So passenger aircraft warplane observe. So why the designs are different? So how that designs designs different. That is because of the density variation. Flow density variations. About speed, flow, type of aircraft, devices move in speed dependent. Normally gas dynamics discuss term Mach number terms, shock flows. So Mach number is comparison use dimensions number. Object moving speed. Suppose a plane will be moving at certain velocity. Object in the speed you will be comparing with some reference velocity. The comparison normally will be comparing with the velocity of sound. So flow velocity divided by the sound velocity is known as Mach number. And object in the velocity divided by velocity of sound. That ratio is called a Mach number. Mach subject object produce and disturbance Mach when it generates, when it moves through air, when a plane moves through air, it will be producing noises. The disturbances immediately propagating disturbances Mach waves. And shock waves under certain conditions, the Mach waves generated at different times will be converging, will be getting merged together and will be forming a stronger wave. And such a wave is called shock wave. But shock wave is object in the disturbances Mach waves. When these Mach waves are propagating through medium under certain conditions, they will be merging together and forming a stronger wave. A stronger wave obstruction flow obstruction shock wave. Under conditions we'll be discussing later. See, just now what I defined a Mach number. Mach number is the ratio defining object speed by speed of sound. Speed of sound on the basis of the classification, we can classify a flow into different regions. Mach number 0 to 20, beyond 20. Classification point Mach number 0. Mach number 0 is an object moving case. The object moving in the velocity Mach number value 0. Object speed 0 Mach number value 0. So between the limit 0 and 0.3,
we will be treating the flow as incompressible. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ലിമിറ്റ്. നമ്മൾ ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാസിന്റെ കേസിൽ തന്നെ ഗ്യാസ് ഫ്ലോ എടുക്കുമ്പോൾ തന്നെ ആ ഗ്യാസ് ഫ്ലോനെ നമ്മൾ ഇൻകംപ്രസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു. ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആവണമെന്നില്ല. certain condition it can be treated as incompressible. ആ ലിമിറ്റേഷൻ ആണ് ഇവിടെ പറഞ്ഞതാണ്. ലോ വെലോസിറ്റി വരുന്ന കേസിൽ, അതായത് 0.3 വരെയുള്ള മാക് നമ്പർ വരുന്ന കേസിൽ ഡെൻസിറ്റി വേരിയേഷൻസ് കാര്യമായിട്ടുണ്ടാവില്ല. സോ ദ ഡെൻസിറ്റി വേരിയേഷൻസ് സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലോയെ നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വിളിക്കാം. അതാണ് ആദ്യത്തെ ഒരു റീജിയൻ കാണിക്കുന്നത്. 0 തൊട്ട് 0.3 മാക് നമ്പർ വാല്യൂ. അതായത് മീനിങ് മാക് നമ്പർ 0.3 എന്ന് വെച്ചാൽ എന്താ മീനിങ്? മാക് നമ്പർ 0.3 മീൻസ് സ്പീഡ്, ഒബ്ജക്ട് സ്പീഡ് അല്ലെങ്കിൽ ആ പ്ലെയിന്റെ സ്പീഡ് സൗണ്ടിന്റെ സ്പീഡിന്റെ 0.3 ടൈംസ് എന്നുള്ള മീനിങ് ആണ്. സോ വെൻ an object is moving with Mach number less than 0.3 or between 0 and 0.3, you can say the flow is incompressible. Then between 0.3 to 0.8, അവിടെ 0.8 കൊടുത്തിട്ടില്ല, 0.3 to 0.8 എന്ന് പറയുന്നത് നമ്മൾ അതിനെ സബ്സോണിക് എന്ന് പറയുന്നത്. സബ്സോണിക് എന്ന് പറയാൻ കാരണം നമ്മൾ അവിടെ 1 എന്നുള്ള മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കുക. ആ 1 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാക് നമ്പർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് കോൾഡ് സോണിക് ഫ്ലോ എന്ന് പറയും. അതായത് യൂണിറ്റി മാക് നമ്പർ. യൂണിറ്റി മാക് നമ്പർ എന്ന് വെച്ച മീനിങ് എന്താണ്? when an object is having Mach number equal to 1, that means it moves with the velocity of sound. Object speed, sound in the speed same ആണെങ്കിൽ Mach number value equal to 1. So Mach number equal to 1, we will call it as sonic flow. But between 0.3 and 0.8, we will say the flow is subsonic. Sonic നെ കാട്ടും താഴെ എന്നുള്ള മീനിങ് subsonic ആണ്. And you can see there is a 1.2 ആണ് അവിടെ മാർക്കിംഗ് കൊടുത്തിട്ടില്ല. Between 1.2 and 0.8. ആ 1 എന്നുള്ള നടുക്ക് വരുന്ന രീതി കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസോണിക് ട്രാൻസിഷൻ. നമ്മൾ ലാമിനാർ ടർബുലന്റ് കേസിൽ നമ്മൾ ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയുന്ന പോലെ ട്രാൻസോണിക് ഫ്ലോ എന്ന് നമുക്ക് പറയാം. ബിറ്റ്വീൻ മാക് നമ്പർ വാല്യൂ 0.8 and 1.2, it is transonic flow. And beyond 1.2 and up to 5, the flow we can say it is supersonic. Mach number value 5 വരെ. അത് Mach number equal to 5 meaning എന്താണ്? The object moves 5 times the velocity of the sound. So അതിനെ supersonic എന്ന് പറയും. And beyond 5 and up to 10, it may be, you can call it as hypersonic. Hypersonic കഴിഞ്ഞിട്ട് പിന്നെ 10 മേലെയുള്ള 10 തൊട്ട് മേലെയുള്ള we can say high hypersonic flow we can say. And ഒരു 10 തൊട്ട് ഒരു 25 മാക് നമ്പർ വരെ നമുക്ക് അതിനെ വേണമെങ്കിൽ അതിനെ ഹൈ ഹൈപ്പർസോണിക് എന്ന് പറയാം. ആൻഡ് ബിയോണ്ട് 25 മാക് നമ്പർ ഇറ്റ് ഈസ് റീ എൻട്രി സ്പീഡ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്ലോയുടെ ക്ലാസിഫിക്കേഷൻ റീജിയൻസ് വരുന്നത്. അപ്പൊ നോർമലി നമ്മുടെ ടോപ്പിക്കിൽ വാട്ട് വി വിൽ ബി സ്റ്റഡിങ് ഇൻ ദിസ് കോഴ്സ് അപ് ടു സൂപ്പർസോണിക് ഫ്ലോ വരെയുള്ള അനാലിസിസും കാര്യങ്ങളും മാത്രം നിങ്ങളുടെ സിലബസിൽ വരുന്നുള്ളൂ. ഹൈപ്പർസോണിക്കും ഹയർ ഹൈപ്പർസോണിക്കും ഒക്കെ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഗ്യാസ് ഡൈനാമിക്സ് ടോപ്പിക്സ് നിങ്ങൾ PGO അല്ലെങ്കിൽ റിസർച്ച് ലെവലിൽ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്ന ടോപ്പിക്കാണത്. സോ വി വിൽ ബി ഡിസ്കസിങ് അപ് ടു സൂപ്പർസോണിക് ഇൻ ദിസ് കോഴ്സ്. ഓക്കെ, അപ്പോൾ അത് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓൾറെഡി ആ സ്ലൈഡിൽ ഇപ്പം കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്ലൈഡിൽ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാം. ഇവിടെ നോക്കുക, സബ്സോണിക് മീൻസ് Mach number below 0.8. And normally commercial aircrafts നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ നോക്കുക എന്താണ്, usually will be having rounded nose and leading edges. And അതേസമയം നമ്മളെ ട്രാൻസോണിക് നോക്കുക. ട്രാൻസോണിക് എന്ന് പറഞ്ഞാൽ 0.8 and 1.2. അതും ഓൾമോസ്റ്റ് ഡിസൈനിൽ വലിയ വ്യത്യാസം വരത്തില്ല. ബട്ട് ഓൺലി തിങ് ദാറ്റ് അതിന്റെ ആംഗിൾസ്, വിങ്സിന് സ്വെപ്റ്റ് വിങ്സ് വരാം, ചെപ്റ്റ് ആംഗിൾ ഡിഫറെന്റ് ആയിട്ട് വരാം. ആൻഡ് സൂപ്പർസോണിക് എന്ന് പറയുന്നത് 1.25. You can see warplanes ഒക്കെ വരുമ്പോൾ സൂപ്പർസോണിക് പ്ലെയിൻസ് എന്ന് പറയുന്നത് നോർമലി വാർപ്ലെയിൻസും കാര്യങ്ങളൊക്കെ മാക് നമ്പർ വാല്യൂ 5. അപ്പൊ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. അതിന്റെ ഡോസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ഷാർപ്പ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഡിസൈഡഡ് ആവുന്ന അതിന്റെ എത്ര സ്പീഡിലാണ് ആ ഒബ്ജക്ട് അല്ല പ്ലെയിൻ മൂവ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡന്റ് ആണ് അതിന്റെ മാക് നമ്പർ വാല്യൂ വരുന്നത്. അപ്പൊ ആ ഡിസൈൻ അതനുസരിച്ചിട്ട് വരണം. അതാണ് ഓരോ ഡിസൈൻസ്, എന്തുകൊണ്ടാണ് ഈ ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ട് പറയുന്നത്. നമ്മളെ മാക് നമ്പറിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് അതിന്റെ സ്പീഡ് മാറും. ഹയർ സ്പീഡ്സോട്ട് പോകുമ്പോൾ അതിന്റെ ഡെൻസിറ്റി വാല്യൂഷൻസ് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവും. അപ്പൊ ആ രീതിയിൽ ഡിസൈനിൽ ഉള്ള ഡിഫറൻസ് അതിൻ്റെ അകത്ത് വരണം. അപ്പൊ അതാണ് ബിറ്റ്വീൻ 1.2 and 5 the flow type is supersonic. Then hypersonic case, സൂപ്പർസോണിക് നോർമലി നമ്മുടെ ബ്രഹ്മോസ് മിസൈലൊക്കെ സൂപ്പർസോണിക് കാറ്റഗറി വരുന്നതാണ്. പിന്നെ ഹൈപ്പർസോണിക് ഫ്ലോ, ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ബിറ്റ്വീൻ മാക് നമ്പർ 5 and 10.
ഹൈ ഹൈപ്പർസോണിക് വരുന്ന 10 to 25 റീഎൻട്രി സ്പീഡ്സ് എന്ന് പറയുന്നത് സ്പേസ് ഷട്ടിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെയൊക്കെ വരുന്നത് ഈ ഇത്ര ഹയർ മാക് നമ്പർ വാല്യൂസ് വരും. പിന്നെ ഈ ഹൈപ്പർസോണിക് പറയുന്നത് നോർമലി ഇന്റർ ബാലിസ്റ്റിക് മിസൈൽസ് അല്ലെങ്കിൽ നോർമലി നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല, മേ ബി സൂപ്പർ പവേഴ്സിന് കാണുമായിരിക്കും ഹയർ ഹൈപ്പർസോണിക്, അതായത് മാക് നമ്പർ 17 അബൌട്ട് 10 വരുന്ന രീതിയിലുള്ള മിസൈൽസും കാര്യങ്ങളൊക്കെ മേ ബി റഷ്യ അതുപോലെയുള്ള അമേരിക്ക പോലുള്ള നാഷൻസ് അതുപോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ സൂപ്പർസോണിക് റേഞ്ച് ഹൈപ്പർസോണിക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ഫ്ലോ regimes, different flow regimes based on the Mach number value or the object speed. ഇതിൽ ആ ഡിഫറൻസ് ഡിസൈൻസ് കാണിച്ചൊക്കെയാണ് ഇതിന്റെ അകത്ത്. ജസ്റ്റ് നമുക്ക് അതിന്റെ അകത്ത് ആ സബ്സോണിക് വരുന്ന ആദ്യത്തെ ടോപ്പിക് കാണുന്നത് ഇറ്റ് ഈസ് എ പാസഞ്ചർ ബോയിങ് എയർക്രാഫ്റ്റ്. ദെൻ സൂപ്പർസോണിക് എയർക്രാഫ്റ്റിന്റെ ഡിസൈൻ നോക്കുക. ഇറ്റ് ഈസ് ഹാവിംഗ് നോസ്, മെയിൻ ഡിസൈൻ വരുന്ന നോസ് വളരെ ഷാർപ്പ് ആയിട്ടുള്ളതാണ്. ആൻഡ് അനദർ ഹൈപ്പർസോണിക് അത് കൂടുതൽ സൗണ്ട് സ്പീഡിലോട്ട് ഒബ്ജക്ട് സ്പീഡിലോട്ട് ഹയർ മാക് നമ്പേഴ്സിൽ പോകുന്നതോറും ആ വിങ്ങിന്റെ ലെങ്ത് വളരെ ഷോർട്ടഡ് ആയിട്ട് വരും. അപ്പൊ ആ ഡിസൈൻസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ മാക് നമ്പർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക് സോണിക് ബൂം. ഇതെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇത് പിന്നീട് നമ്മൾ കൂടുതൽ ഇതായിട്ട് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ആ സോണിക് ബൂം എന്നുള്ള ഒരു ഗെയിം നിങ്ങൾ എല്ലാം കേട്ടോ. എന്താ സോണിക് ബൂം? ഹലോ, I hope you are in line. ഹലോ, എന്താണ് സോണിക് ബൂം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? സോണിക് ബൂം കേട്ടിട്ടുണ്ടോ? സോണിക് ബൂം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ഒബ്ജക്റ്റ് സൗണ്ടിനേക്കാൾ സ്പീഡിൽ അതെ, അതായത് സോണിക് ബൂം എന്ന് പറയുന്നത് നോർമലി when a plane moves with a speed equal to or greater than velocity of sound. അപ്പൊ അന്നേരം അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വളരെ ഹൈ ഇന്റൻസിറ്റി ഉള്ള നോയ്സ് ആണ് നമ്മൾ കേൾക്കുന്നത്. ആ നോയ്സ് നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നോയ്സ് ആണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ സോണിക് ബൂം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ആ താഴെയുള്ള 3 ഫിഗറുകൾ നോക്കുക. കുറെ സർക്കിൾസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ആ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് അല്ല, ഓരോ സർക്കിളും റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ്. ഇവിടെ ആ പ്ലെയിൻ എടുക്കുക, ആ പ്ലെയിൻ ജനറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ സൗണ്ട് വേവ് ആണ്. അത് അതിന് പ്രൊഡ്യൂസ്ഡ് ആവുന്ന, ഇപ്പൊ നോസ് ഉണ്ടാവാം, നോസ് ആവാം, ജനറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നോസ് ആവാം, ടെയിൽ ആവാം. ആ ജനറേറ്റിംഗ് പോയിന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പോയിന്റിൽ നമ്മളൊരു കല്ല് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏത് പോയിന്റിലാണോ ഞാൻ കല്ലിടുന്നത് അവിടെ നിന്ന് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ വേവ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ ഡയറക്ഷൻസിലും ഒരുപോലെ. That means we can represent a disturbance. എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുക? ആ വേവിനെ നമുക്കൊരു സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ദാറ്റ് ഡ്രോപ്പിംഗ് പോയിന്റ് ആസ് ദി സെന്റർ. അതുപോലെ തന്നെയാണ് ഈ ഓരോ സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ കേസ് എടുക്കുന്നത്. അപ്പൊ ഈ പ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഓരോ സർക്കിൾ എന്ന് പറയുന്നതും ഓരോ ടൈമിൽ അത് ജനറേറ്റ് ചെയ്തേക്കുന്ന സൗണ്ട് വേവ്സ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫിഗറിലെ മാക്രോ സബ്സോണിക് റേഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ആ ഒബ്ജക്റ്റിന്റെ 2 സൈഡിലും സൗണ്ട് വേവ്സ് വരുന്നുണ്ട്. പക്ഷെ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആണ്. ഇന്റൻസിറ്റി നോക്കി, ഇവിടെ ലെഫ്റ്റ് സൈഡില് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അതേസമയം റൈറ്റ് സൈഡിൽ കൂടുതലാണ്. അതേസമയം മാക് നമ്പർ വാല്യൂ 1 വരുമ്പോൾ എന്താ സംഭവിച്ചത്? സെക്കൻഡ് ഫിഗർ നോക്കുക. മാക് നമ്പർ വാല്യൂ 1 വരുമ്പോൾ എന്താ സംഭവിച്ചത് നോക്കുക. എന്താണ്? ഈ വേവ്സ് എല്ലാം തന്നെ അതിന്റെ വേവ് ഫ്രണ്ട് ഒരു സ്ഥലത്ത് അങ്ങ് മെർജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ മെർജ് ചെയ്യുമ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻഡിവിജ്വൽ വേവ്സ് ആയിട്ട് വരുമ്പോൾ വീക്കർ വേവ്സ് ആണ്. പ്രഷർ വേവ് ആണ് ഈ സൗണ്ട് വേവ്സ് പറയുന്നത്. ഓരോ വേവും നമ്മൾ ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വീക്ക് പ്രഷർ വേവ്. അതിന്റെ സ്ട്രെങ്ത് വളരെ വീക്ക്. ബട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് മെർജ് ടുഗദർ ടു ഫോം എ ബിഗർ വേവ്, ദാറ്റ് വിൽ ബി വെരി സ്ട്രോങ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ട്രോങ്ങർ വേവ് ഡെവലപ്പ് ചെയ്ത് ആ ഒരുമിച്ച് നമ്മൾ അത്രയും നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിൽ വരുന്നതാണ് നമ്മൾ ഈ വലിയ നോയ്സ് ആയിട്ട്. അത് ഒരു പോയിന്റ് നിന്ന് ലാർജർ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. അപ്പൊ ആ റിലീസ് ഓഫ് ദാറ്റ് എനർജി, ആ ഒരു ഇതിനെയാണ് നമ്മൾ സോണിക് ബൂം എന്ന് പറയുന്നത്. ഇത്രയും ഹയർ ഇന്റൻസിറ്റി ഉള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന ഷോക്ക് വേവ്, ഈ മെർജ് ചെയ്ത് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഷോക്ക് വേവ് എന്ന് പറയുന്നത്. അത്രയും ഹയർ ഇന്റൻസിറ്റി ഉള്ള ആ ഷോക്ക് വേവ്സിന്റെ ഫോർമേഷൻ ആണ് ഈ സോണിക് ബൂം ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇനി അതിന്റെ റൈറ്റ് സൈഡിലല്ല തേർഡ് ഫിഗർ നോക്കുക. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് കേസ് ഫ്ലോയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴുണ്ടാവും. എന്താണ് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഒരിക്കലും വരത്തില്ല. ഒബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും ഫ്രണ്ടില്, വേഴ്സ് എല്ലാം പുറകിലായിരിക്കും. ഇവിടെ നോക്കുക, ആ ഒരു കോണിക് ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഒബ്സർവർ അവിടെ കാണിച്ചിട്ടുണ്ട്. വെൻ ദിസ് ഒബ്സർവർ വിൽ ബി ഹിയറിംഗ് ദാറ്റ് സൗണ്ട് ഓൺലി വെൻ ഹി വിൽ ബി ഇൻസൈഡ് ദാറ്റ് കോൺ. ആ കോൺ കാണിച്ചതിന്റെ മീനിങ് അതാണ്. ഈ പ്ലെയിൻ ഇയാളുടെ ഓവർഹെഡ് പൊസിഷനിൽ വരുമ്പോൾ ഒരിക്കലും ഇയാൾ ആ സൗണ്ട് കേൾക്കത്തില്ല. ആ പ്ലെയിൻ സൂപ്പർസോണിക് ജെറ്റ് പോയി കുറെ സമയം കഴിഞ്ഞിട്ട് അയാൾ അതിന്റെ സൗണ്ട് കേൾക്കത്തുള്ളൂ. കാരണം എന്താണ്, അന്നേരം അയാൾ അതിന്റെ റീച്ചിൽ വരത്തുള്ളൂ. ആ ടൈമിൽ അയാൾ അതിന്റെ റീച്ചിൽ അല്ലെങ്കിൽ ആ കോണിന്റെ അകത്ത് വരുമ്പോഴാണ് അയാൾ അതിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കേസിലും ഡിഫറെന്റ് ബിഹേവിയർ മനസ്സിലാക്കുക. അപ്പൊ സോണിക് ബൂം എന്താന്ന് പറഞ്ഞു, വൈ ദാറ്റ് ഈസ് ഫോമിംഗ്. സോ ദ സോണിക് ബൂം ഈസ് ഫോം whenever the object moves with velocity equal to or greater than the velocity of sound. ഇതൊരു ഇമേജ് ആണ്. ഇതിപ്പോ ഇത് ഷില്ലറിംഗ് ഇമേജ് എന്ന് പറയുന്നത്, ഷില്ലറിംഗ് ടെക്നിക് എന്ന് പറയുന്നത് ഒരു ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് അതായത് ഈ ഷോക്ക് വേവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഡിവൈസസും കാര്യങ്ങളൊക്കെ അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ വിൽ ബി ഡിസ്കസിങ് ഇൻ ദി ഫൈനൽ മൊഡ്യൂൾ. അപ്പൊ അതിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് ഷില്ലറിംഗ് ഇന്റർഫെറോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഷോക്ക് വേവ്, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒബ്ലിക് ഷോക്ക് വേവ്സ് അവിടെ തിക്കറായിട്ട് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഓരോ പോയിന്റും ജനറേറ്റ് ചെയ്യുന്ന വേവ്സ് മെർജ് ചെയ്ത് ഫോം ചെയ്തേക്കുന്ന തിക്കർ വേവ്സ് ആണ്. ഇതാണ് ഷോക്ക് വേവ്സ് എന്ന് പറയുന്നത്. ആ ഷോക്ക് വേവിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് കാണിച്ചത്. ഒരു ഒബ്ജക്റ്റ് കാണാം, അതിന് ചുറ്റിയിട്ടുള്ള ഒരു വേവിന്റെ ഫോട്ടോഗ്രാഫാണ് അത് കാണിച്ചിരിക്കുന്നത്, ഷോക്ക് വേവിന്റെ ഫോട്ടോഗ്രാഫ്. Now, compressibility. Compressibility എന്നുള്ള ടേം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലോ സോളിഡ് മെക്കാനിക്സിലോ ആ ടേം പഠിച്ചിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് പഠിച്ചിട്ടുണ്ടോ? ഹലോ ഹലോ സർ, ബൾക്ക് മോഡുലസ് എന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ബൾക്ക് മോഡുലസ് എന്താണ്? ബൾക്ക് മോഡുലസ് ഹലോ, what is bulk modulus? Hello. Volume stress by volume strain. Volumetric strain by stress by strain. Modulus എന്ന് പറയുന്നത് stress by strain ആണ്. So bulk modulus is volumetric stress by strain. 1 by bulk modulus ആണ് compressibility എന്ന് പറയുന്നത്. അത് നിങ്ങൾ എനിക്കുള്ള സോളിഡ് മെക്കാനിക്സിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ compressibility എന്ന് പറയുന്നത് ആക്ച്വലി we will be measuring the change in density with respect to pressure. നമ്മൾ ഗ്യാസ് ഡൈനാമിക്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ റിലവന്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് പ്രഷർ ടേം ഡെൻസിറ്റി ആണ്. നമ്മൾ വോളിയം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. we will be measuring the density variation with respect to the change in pressure. പ്രഷർ വാരി ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൻസിറ്റി എത്രമാത്രം വേരി ചെയ്യുന്നു അതാണ് മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പൊ അതിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് compressibility എന്ന് പറയുന്നത്. So you can note down this equation. Compressibility എന്ന് പറയുന്നത് represented by tau c 1 by 1. ഇവിടെ നോക്കുക, ഡെൽറ്റ വി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഇക്വേഷൻ എന്താണ് എഴുതിയിരിക്കുന്നത്? Compressibility is 1 by bulk modulus. That means delta v by v. V represent ചെയ്യുന്ന വോളിയം ആണ്. Delta v by v divided by delta p. But delta v by v എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ അല്ലെ? സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ? How do you define strain? How do you define strain? Change in length by original length. Change in length by original length. വോളിയം ആണെങ്കിലോ? Change in volume by original length.
ഒറിജിനൽ വോളിയം. അപ്പൊ അതാ അവിടെ കൊടുത്തേക്കുന്നത് ഡെൽറ്റ വി ബൈ വി. ആ വി ഡിനോമിനേറ്റർ എഴുതിയിട്ടേ ഉള്ളൂ. ഡെൽറ്റ വി ബൈ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. അപ്പൊ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആയി. അതുപോലെ അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, -1/v ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി. ആ നെഗറ്റീവ് സൈൻ കാരണം എന്താണ്? പക്ഷെ അതിന്റെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്? പ്രഷറിന്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം തിരിച്ചാണ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് നെഗറ്റീവ് സൈൻ ദർ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് വോളിയം ഡിക്രീസ് ഇൻ റെസ്പെക്ട് ടു പ്രഷർ. സോ -1/v ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി. അതിനെയാണ് നമ്മളിവിടെ ഉണ്ട്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇതുപോലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും when we are discussing gas dynamics, what we are interested is variation in density. അപ്പൊ അതിന് വരെ നമ്മൾ അവിടെ ചെയ്തേക്കുന്നത് we will be defining it in terms of density. അപ്പൊ അതേ ഇക്വേഷൻ തന്നെ equal to 1/ρ into delta rho by delta p. So compressibility you can use this equation to define it. അത് നോട്ട് ചെയ്യാതെ ഇനി ഒരു ഫ്ലൂയിഡിന്റെ കംപ്രസിബിലിറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് കംപ്രസിബിലിറ്റി ടേംസ് പറയാം. ഈ കംപ്രഷൻ പ്രോസസ് യു ക്യാൻ ക്യാരി ഔട്ട് ദ കംപ്രഷൻ പ്രോസസ് ഐദർ ഐസെൻട്രോപിക്കലി ഓർ ഐസോതെർമലി. കംപ്രഷൻ പ്രോസസ് ഐസെൻട്രോപിക് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐസോതെർമൽ ആയിട്ട് ചെയ്യാം. വെൻ ദ കംപ്രഷൻ ഈസ് ഐസെൻട്രോപിക്, correspondingly the term is called isentropic compressibility. Otherwise it is isothermal compressibility. So the equations നോക്കുക. Isothermal compressibility is -1/v. Same equation ആണ്, just mentioned that when you define isothermal, temperature is constant. Isothermal എന്ന് പറയുന്നത് എന്താണ്? Temperature constant. Okay, sorry. Isothermal compressibility. Okay. Then isentropic വരുമ്പോൾ entropy is constant. So these two different compressibility terms മനസ്സിലാക്കുക. Isothermal compressibility as well as isentropic compressibility. So you can now substitute the equations what you know for isothermal and isentropic processes. അത് ചെയ്തു നോക്കുക. ഉള്ളവര് ചെയ്തു നോക്കുക. For isothermal compressibility already നമ്മൾ define ചെയ്തു. It is tau equal to -1/v delta v by delta p for temperature constant. Isothermal process equation എന്താണ്? PV equal to RT. PV will be constant because temperature is constant. So PV equal to RT. If you take the ideal gas equation, here we can say temperature is constant for isothermal process. So the equation for isothermal compression becomes PV equal to constant. അപ്പോൾ PV equal to constant ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ടേം നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി, നോട്ട് ഡെൽറ്റ ഡോ വി ബൈ ഡോ പി, യു ക്യാൻ സേ വിൽ ഗെറ്റ് after differentiating it as -v by p. So you can substitute in this equation and finally get the isothermal compressibility as equal to 1/p. Okay. അപ്പോൾ ഐസോതെർമൽ കംപ്രസിബിലിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതാണ്. Similarly, you can obtain a relation for isentropic compressibility. Isentropic process in the equation is PV raised to gamma is constant. So for isentropic flow or isentropic process, we have the equation PV raised to gamma is constant, right? So you do the similar differentiation here also. Differentiate PV raised to gamma and obtain dou v by dou p. For that isentropic process, you will be getting minus v by gamma p. That ഈ ഇക്വേഷനിൽ compressibility substitute ചെയ്താൽ you will be getting tau isothermal as 1/p and isentropic as 1 by gamma p. Now can you compare and tell me which one is higher? പറയാമോ? രണ്ട് ടൈപ്പ് കംപ്രസിബിലിറ്റി അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ് പറഞ്ഞു. ഐസോതെർമൽ കംപ്രസിബിലിറ്റി is 1/p
isentropy, what you get is 1 by gamma p. Which one is higher? Hello? Hello? Sir, isothermal compressibility is higher. Why? അല്ല, ഗാമ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഐസെൻട്രോപിക്കിൽ താഴെ. താഴെയുണ്ട്. And gamma is normally having value greater than 1, right? ഇല്ലേ? ഇല്ല, gamma value on the specific ratio and the gamma is having value greater than 1. So this compressibility value will be higher for isothermal. അപ്പോൾ നമ്മളൊരു comparison അതിനകത്ത് വരുന്നത്. So comparing the equation, what we can infer is, what we can understand is, isothermal compressibility for a gas is always higher than the isentropic compressibility. So you can have that. Other either process ആണ് കൂടുതൽ ഈസർ ആവുന്നുള്ളത് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. അത് അതിന്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്, നിങ്ങൾ വായിച്ചു നോക്കാതെ. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞ എന്താണ്, ഒരു ഫ്ലൂയിഡ് കംപ്രസബിൾ ആണെങ്കിലും ഫ്ലോ കംപ്രസബിലിറ്റി അവിടെ കംപ്രസബിൾ ഫ്ലോ ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണിത്. നമ്മൾ നേരത്തെ ഇക്വേഷൻ തന്നെ എഴുതിയൊക്കെയാണ്. നോർമലി ഒരു 5% ഡെൻസിറ്റി വേരിയേഷൻസ് എങ്കിലും അതിനെക്കാട്ട് ഹയർ ആയിട്ടുള്ള ഡെൻസിറ്റി വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്ലോയെ നമ്മൾ കംപ്രസബിൾ ഫ്ലോ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തുള്ളൂ. അതവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് ഫ്ലോ ഇസ് ട്രീറ്റഡ് ആസ് കംപ്രസബിൾ ഇഫ് ദ ഡെൻസിറ്റി വേരിയേഷൻസ് ആർ 5%. ഇപ്പൊ ഡീറോ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ പ്രീവിയസ് ഇക്വേഷൻ എഴുതാവുന്നുള്ളൂ നിങ്ങൾക്ക്. പ്രീവിയസ്ലി നമ്മൾ കണ്ട സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 1 by rho ഇക്വേഷൻ ആണ്. സോ കംപ്രസിബിലിറ്റി ഇവിടുന്ന് ഡീറോ നമുക്ക് എഴുതാവുന്നുള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡീറോ ഈസ് റോ ഇൻറ്റു എക്സ് അല്ലാതെ ഇൻറ്റു ആണ്, റോ ഇൻറ്റു കംപ്രസിബിലിറ്റി ഇൻറ്റു ഡി പി. അപ്പൊ ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഡെൻസിറ്റി വേരിയേഷൻസ് സിഗ്നിഫിക്കന്റ് ആകാനായിട്ട് രണ്ട് കാര്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആയാൽ മതി. റോ എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്നെങ്കിൽ പ്രഷർ വേരിയേഷൻസ് സിഗ്നിഫിക്കന്റ് ആവും, ഡി പിയുടെ വാല്യൂ ഹയർ ആയിട്ടിരിക്കുക. വെരി ഹൈ പ്രഷർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡീറോ വരും. അല്ലെങ്കിൽ എന്താണ്? ആ ഫ്ലൂയിഡിന്റെ കംപ്രസിബിലിറ്റി വാല്യൂ ഹയർ ആയിരിക്കുക. So either a fluid is having a very high compressibility factor, or if the density variation, if the pressure variations is very high. ഈ രണ്ട് കേസിലും ഡെൻസിറ്റി വേരിയേഷൻസ് എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതാണ് ഈ ഇക്വേഷൻസിന്റെ റിലവൻസ്. ഡീറോ ഈക്വൽ ടു റോ ഇൻറ്റു കംപ്രസിബിലിറ്റി, ഡെൻസിറ്റി ഇൻറ്റു കംപ്രസിബിലിറ്റി ഇൻറ്റു പ്രഷർ വേരിയേഷൻസ്. സോ whenever either when dp is higher or when tau is higher, will be having significant density variations in the flow. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കംപ്രസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇതിന് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് എയർക്രാഫ്റ്റിന്റെ ഡിസൈൻ ആണ്. അതർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ഫ്ലോ നോർമലി വരുന്ന കേസിൽ ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഗ്യാസ് ടർബൈൻസ് അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലേഡ്സ്, there will be gases flowing through the turbine blades and nozzles. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഫ്ലോ എല്ലാം നമ്മൾ കംപ്രസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സിമിലർലി റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസ്, ഗ്യാസ് ഫ്ലോ വരുന്ന കേസിലെല്ലാം നോർമലി ദ ഫ്ലോ വിൽ ബി ട്രീറ്റഡ് ആസ് കംപ്രസിബിൾ. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ്. റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസ് കേസിൽ, പിന്നെ പൈപ്പ് ലൈൻസ്, ഗ്യാസിന്റെ പൈപ്പ് ലൈൻസ് വരുന്ന കേസിൽ, പിന്നെ എൻജിൻസിന്റെ കമ്പസ്റ്റൻ ചേമ്പേഴ്സ് ഡിസൈനിൽ, ഇതെല്ലാം തന്നെ ഗ്യാസ് ഫ്ലോ ഇൻവോൾവ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് പ്രോസസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നോട്ട് ദീസ് കേസസ് ദ ഡിസൈൻ ഓഫ് ഓൾ ദീസ് ഡിവൈസസ്, അതിന്റെ കോൺഡ്യൂട്ട്സ്, അതിന്റെ പാത്ത്, അതിന്റെ ഷേപ്പ് ഡിസൈൻസിലൊക്കെ കംപ്രസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. സോ യു ക്യാൻ സേ സം ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ദിസ്. ഇനി ഇതിന്റെ ഇനീഷ്യൽ നമ്മള് ടോപ്പിക് അടുത്ത ദിവസം തുടങ്ങുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ whenever we are starting a topic, we will
put some assumptions. നമ്മൾ കുറച്ച് assumptions state ചെയ്യും. ആ assumptions നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് gas is continuous. You know what does it mean? Gas is continuous. Then no chemical changes are involved. ഇപ്പൊ നമ്മളൊരു ഫ്ലോ നടക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് വരാം. അത് കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിൽ അത് അതിന്റെ ഫ്ലോയുടെ ബിഹേവിയറിനെ അത് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി അസ്യൂം. We are assuming the gas as a perfect gas. Effect of gravity is negligible. Magnetic and electrical effects negligible. Viscosity negligible. അപ്പൊ ഇതൊന്നും നമ്മൾ ഫസ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ അസംപ്ഷൻസ് നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്. And the final slide, I think. So the fundamental variables and equation. അപ്പൊ ഇതില് ഒരു കംപ്രസിബിൾ ഫ്ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന 4 ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ആണ് ആ ഫ്ലോയുടെ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ. ഈ 4 ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ ഫ്ലോ ഫീൽഡ് നമുക്ക് ഡിഫൈൻ. നമ്മുടെ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ല, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സില് നമ്മൾ പഠിക്കുമ്പോൾ ടെമ്പറേച്ചർ വരുന്നില്ല, ഡെൻസിറ്റിയും വരുന്നില്ല. കാരണം എന്താണ്, അത് ഡെൻസിറ്റി വേരിയേഷൻ സിഗ്നിഫിക്കന്റ് അല്ല, ടെമ്പറേച്ചർ ഇൻവോൾവ് അല്ല. ഹീറ്റ് ട്രാൻസ്ഫർ വരുമ്പോഴാണ് പിന്നെ ടെമ്പറേച്ചർ വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇത് രണ്ടുമല്ല. So for compressible flow to define a flow, we have to define these 4 parameters: flow velocity, pressure, density, and temperature. ഈ 4 parameter പറഞ്ഞു. Definitely we will be requiring the equations to relate this, and those 4 equations that will be using are conservation of mass, conservation of momentum, conservation of energy, and equation of state. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് മൊമെന്റം നിങ്ങൾക്ക് അറിയാം, കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എടുത്താണ്. അത് നമുക്ക് അത് ഈ പാരാമീറ്റേഴ്സിൽ ഡിഫൈൻ റിലേറ്റ് ചെയ്യുന്ന വേറെ 4ാമത്തെ ഇക്വേഷൻ. ഈ 4 ഇക്വേഷൻസ് നമ്മൾ വിൽ ബി ഡിസ്കസിംഗ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ടറി ടോപ്പിക് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്ന് വായിച്ചു നോക്കുക, സ്ലൈഡ്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ്സിന്റെ ക്ലാസ് നോട്ട്സ് അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി ഒരു ക്വിസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ വട്ട് എവർ ടോപ്പിക് ആർ ദെയർ ഇൻ ദി സ്ലൈഡ്, അതും ആൻസർ ചെയ്യുക. ഇത് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഡൻസ് കൗണ്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അവിടെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നാളെ ഇല്ലെന്നുള്ളൂ. അപ്പോഴത്തെ ടൈം ടേബിൾ ഐ തിങ്ക് ഓൺ വെനസ്ഡേ. So we'll meet again on Wednesday with another topic. Okay. Hello. Okay, sir. Okay, sir. Okay, sir.